അങ്കമാലി നഗരസഭ അയ്യായിപ്പാടത്ത് വഴിയില്ലാത്ത ചതുപ്പ് നിലം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ഈ ഭരണസമിതിയുടെ കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സമാനതകളില്ലാത്ത തരത്തിലുള്ളൊരു കടും വെട്ടാണ് ഈ കാര്യത്തിൽ നഗരസഭാ ചെയർമാനും ഭരണസമിതി കൗൺസിലർമാരും ചേർന്ന് നടത്തിയിട്ടുള്ളത്. ഈ വലിയ അഴിമതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നഗരസഭയിലെ ഇടതുപക്ഷത്തിൻ്റെ 10 കൗൺസിലർമാരും ഇവിടെ ഉപവാസ സമരം നടത്താൻ തീരുമാനിക്കുകയും അത് ബന്ധപ്പെട്ട നഗരസഭാ സെക്രട്ടറിയെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും രേഖാമൂലം ഈ വിഷയങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ ഇന്ന് രാവിലെ സമരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നഗരസഭാ ചെയർമാനും സംഘവും ചില കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാം നഗരസഭയിൽ തമ്പടിച്ച് പ്രതിപക്ഷ കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയുണ്ടായി. ഞങ്ങൾ ഈ നഗരസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ്. ഇവിടുത്തെ അഴിമതികളും പോരായ്മകളും ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനിടയിൽ ഞങ്ങളെ ഇവിടെ ഇരുത്തില്ല, മൈക്കിൽ സംസാരിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ തരത്തിലുള്ള ഒരു കോലാഹലം ഇന്ന് വരെ നഗരസഭ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രശ്നമാണ് നഗരസഭാ ചെയർമാനും മുൻ ചെയർമാന്മാരും കൗൺസിലർമാരും കോൺഗ്രസിൻ്റെ കുറേ ആളുകൾ ചേർന്ന് ഇവിടെ നടത്തിയത്. ഇത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു സമീപനമാണ്. സമരം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല, പിന്നെ ആരവിടെ സമരം ചെയ്യണത്? ഇവർ കാട്ടിക്കൂട്ടിയിട്ടുള്ള തെമ്മാടിത്തരം, അഴിമതി പുറം ലോകം അറിയരുത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ ചെയർമാനും സംഘവും ഞങ്ങളെ തടഞ്ഞത്. അങ്ങനെ തടഞ്ഞത് എന്തായാലും നന്നായി. ഇതിപ്പോൾ ഈ പ്രദേശത്ത് മാത്രം നേരത്തെ മുൻ ചെയർമാൻ സൂചിപ്പിച്ച പോലെ ഇവിടെ മാത്രം ഒതുങ്ങിപ്പോകേണ്ടുന്നൊരു സമരം യഥാർത്ഥത്തിൽ കേരളം മൊത്തം അറിയിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റിയത് ചെയർമാനാണ്. അതെന്തായാലും ഞങ്ങൾക്ക് നന്നായി. ഇവിടെ നേരത്തെ അഡ്വക്കേറ്റ് ഷിയോ പോളും മാത്യു തോമസും റെജി മാത്യുവും മറ്റ് കൗൺസിലർമാരും എല്ലാം TY ഏരിയാസ് രാജിവെക്കുന്നു പറഞ്ഞാൽ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല, എന്താ കാര്യം മനസ്സിലായില്ല. ഞാൻ ഇവിടുത്തെ ഒരു ഭരണാധികാരിയൊന്നുമല്ല, സാധാരണ ഒരു തിരഞ്ഞെടുപ്പ് ജനപ്രതി ഒരു കൗൺസിലറാണ്. ഇവർക്കെതിരെ മിണ്ടാൻ പാടില്ല, അതാണ് ഇവർ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരിവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഹിയറിങ്ങിന് വോട്ടർ പട്ടികയിൽ പേരെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹിയറിങ്ങിന് ആളുകൾ വരുമ്പോൾ ആളുകളെ ഞങ്ങൾ തടഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഒരാളെ തടഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന സമാധാനം ഞങ്ങൾ ചെയ്യാം. സമരം ചെയ്യരുത് എന്ന ലക്ഷ്യത്തോടു കൂടി ലാക്കോടു കൂടിയാണ് ഇത്തരത്തിലുള്ള കള്ളപ്രചാര വേലകൾ ഞങ്ങൾക്കെതിരെ തിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അങ്കമാലിയിലെ പൊതുസമൂഹം അംഗീകരിക്കുന്ന പ്രശ്നമല്ല. ലക്ഷക്കണക്കിന് രൂപ ഈ കാര്യത്തിൽ ഭൂമി വാങ്ങിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രം അഴിമതി എടുത്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു എന്നുള്ളത് കൃത്യമായ തെളിവാണ്. എൻ്റെ ഉൾപ്പെടെ വീടുകളിൽ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥർ വന്നതാണ്, വന്ന് ഞങ്ങളെ കണ്ടതാണ്. അവർ ഞങ്ങളെ കാണുന്നതിനാ നഗരസഭ കൃത്യമായി നടപടികൾ പൂർത്തീകരിച്ച് സ്ഥലം വാങ്ങുന്നതിന് ഞങ്ങളെ കണ്ട കാര്യം എന്താ, കൗൺസിലർമാർ കണ്ടെന്ന കാര്യമുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഇതിനകത്ത് തീവെട്ടിക്കുളം നടന്നു എന്നുള്ളൊരു ഉദാഹരണമാണ്. ഇത് മാത്രമല്ല, നിരവധിയാർന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് വരും ദിവസങ്ങളിൽ ഈ നഗരസഭ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ, ഈ ദുർഭരണത്തിനെതിരെ ലക്ഷക്കണക്കിന് രൂപ കൊള്ളയടിക്കുന്ന അവസാന ദിവസങ്ങൾ, അന്ത്യനാളുകളിലെ ഈ തട്ടിക്കൂട്ട് ഏർപ്പാടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഇത്. നഗരസഭാ ചെയർമാനും കോൺഗ്രസ് പാർട്ടിയും ഇത് കാണാൻ പോകുന്നുള്ളൂ. ഇതൊരു സൂചന മാത്രമാണ്. ഇനി തുടർ ദിവസങ്ങളിൽ എന്ത് വേണമെന്നത് സംബന്ധിച്ച് ഞങ്ങൾ തീരുമാനിച്ച് കരിങ്കൊടി പ്രതിഷേധം ഉൾപ്പെടെ ഈ നഗരസഭയുടെ ചില തട്ടിക്കൂട്ട് പരിപാടികളിൽ ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തും. അങ്ങനെ ഉയർത്തുമ്പോൾ ഇവരുടെ ഈ ജിമ്മിക്ക് പരിപാടിയൊന്നും ഞങ്ങളുടെ അടുത്ത് ഓടില്ല. ഇവർ വിചാരിച്ച് മുദ്രാവാക്യം വിളിച്ച് ഞങ്ങൾ ഓടുന്നു വിചാരിച്ചേ. എന്നിട്ട് ചെയർമാൻ സംഘം ഇപ്പോൾ അവിടെ പോയി രാവിലെ മുതൽ ഞങ്ങളെ വെല്ലുവിളിച്ച് നിന്നൂലോ. ഇവിടെ മൈക്ക് അനുവദിക്കില്ല, സമരം ചെയ്യാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഞങ്ങൾ അന്തസ്സായി തന്നെ ഇവിടെ സമരം നടത്തിയത്. സമരത്തെ നേരിടാൻ കഴിയാതെ വന്നപ്പോൾ ഈ പറയുന്ന സംഘങ്ങൾ ഇവിടെ നിന്ന് പോയി. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു 4 CIമാർ, 10ഓളം SIമാർ, DYSP ഉൾപ്പെടെ രാവിലെ തന്നെ ഇവിടെ തമ്പടിച്ചേക്കാണ്. ഈ ചെയർമാൻ വേറെ വല്ല വെളിവുകേടുണ്ടെന്നുള്ള ഞങ്ങൾ ആലോചിക്കുന്നത്. ഇദ്ദേഹം പല സമയത്തും സ്വബോധത്തിലല്ല സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഇപ്പോൾ കൗൺസിലിൽ പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധിച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വൈകുന്നേരം ആകുമ്പോൾ 7 മണിയാകുമ്പോൾ കൗൺസിലർമാർ വിളിക്കണം. നിൻ്റെ വാർഡിലേക്ക് അത് തരില്ല, നിൻ്റെ വാർഡിലേക്ക് മറ്റേത് തരില്ല, ഇത് ഇയാളുടെ തറവാട് സ്വത്ത് കൂടുന്ന പണമാട്ടിയാണത്. ഇത് സാധാരണക്കാരായ ജനങ്ങൾ നികുതി കൊടുക്കുന്ന പണമാണ്. ആ പണം നഗരസഭയുടെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി 30 വാർഡിനെ ഒരുപോലെ കണ്ട് വികസന പ്രവർത്തനം നടത്തേണ്ടുന്ന ചെയർമാൻ ഇത് വൈകുന്നേരം ആകുമ്പോൾ അയാൾക്കെല്ലാം പ്രതിഷേധിച്ച് കഴിഞ്ഞാൽ അയാൾ വെല്ലുവിളിക്കുകയാണ്.
അയാളുടെ വീട്ടിൽ ഒരു ചായ പോലും കുടിക്കാൻ പോണ ആളല്ല ഞങ്ങൾ. ഇപ്പോൾ വഴികൾ നോക്കാം നമുക്ക്. അങ്കമാലി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലെ മുനിസിപ്പൽ റോഡുകളുടെ അവസ്ഥ, താലൂക്ക് ആശുപത്രിയുടെ ശോചിയാവസ്ഥ, മാർക്കറ്റിലെ ETPയുടെ ശോചിയാവസ്ഥ, OWCയുടെ ശോചിയാവസ്ഥ, മുനിസിപ്പൽ പാർക്കിൻ്റെ ഗതികേട്, നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ചിട്ടുള്ള ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ പരാജയം, ഇങ്ങനെ ഒന്നൊന്നായി എത്ര വേണമെങ്കിലും ഒരു 10-25 കൃത്യമായി ഇപ്പം തന്നെ എടുത്ത് പറയാൻ കഴിയുന്ന തരത്തിലുള്ള പോരായ്മകൾ മാത്രമുള്ള ഒരു ഭരണസമിതിയാണിത്. ഈ ഭരണസമിതിക്കെതിരെ ഞങ്ങൾ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം തുടരുക തന്നെ ചെയ്യും. ഇവരെ എത്ര പേപ്പടി കാണിച്ചാലും ഞങ്ങൾ ഒരു ഇഞ്ച് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് CPIMൻ്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് KP രജീഷ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇന്ന് രാവിലെ ബഹുമാനായ മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിലാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. നല്ല പങ്കാളിത്തത്തോടുകൂടി വരും ദിവസങ്ങളിൽ സമരം സംഘടിപ്പിക്കുമെന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ചെയർമാനും സംഘവും നേരത്തെ പറഞ്ഞ ഈ കള്ളപ്രചാര വേല അത് 100% കള്ളത്തരമാണ്. കാരണം ഞങ്ങൾ ഒരാളെയും തടഞ്ഞിട്ടില്ല. തടഞ്ഞു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ബോധപൂർവമുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതിനെ ജനങ്ങൾ ഇത് വിലയിരുത്തും.